أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله حمدا كثيرا طيبا مباركا وبعد صلى الله على نبينا محمد وعلى آله وأصحابه الأجمعين أما بعد. സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 42-ാം അധ്യായം സൂറത്ത് ശൂറയുടെ 15 മുതൽ 21 വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. നേരത്തെ സത്യവും അസത്യവും വേർപെട്ട് കഴിഞ്ഞു. ഇനിയും അസത്യത്തിൽ തന്നെ നിലകൊള്ളുന്നവർ സത്യം അറിയാഞ്ഞിട്ടല്ല, മറിച്ച് അവരുടെ ധിക്കാരവും കക്ഷിത്വവുമൊക്കെയാണ് അപ്രകാരമുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിരുന്നത്. ഇനി 15-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, സത്യം അറിഞ്ഞ ആളുകൾ അതിനെ പുൽകാൻ ആഗ്രഹിക്കുകയും ആ ഹിദായത്ത് ലഭിക്കുകയും ചെയ്തവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ബാധ്യതകൾ എന്തൊക്കെയെന്ന് വിവരിക്കുന്ന വചനമാണ് 15-ാമത്തെ വചനം. പ്രധാനമായും 10 കാര്യങ്ങളാണ് വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, പരാമർശിക്കുന്നത്. അവയെ നമുക്ക് ചുരുക്കി ഇപ്രകാരം മനസ്സിലാക്കാം. പ്രവാചകനോട് നേരിട്ട് പറയുന്നതായും എന്നാൽ മറ്റ് സത്യവിശ്വാസികൾക്ക് കൂടെ ബാധകമാവുന്ന നിലക്കുമാണ് വചനത്തിൽ ഈ ഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിട്ടുള്ളത്. അത്തരമൊരു ശൈലിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ കാര്യം, സത്യം കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫദ്ഉ എന്നുള്ളതാണ്. ഫദ്ഉ എന്ന് പറഞ്ഞാൽ നീ അതിലേക്ക് ആളെ ക്ഷണിക്കുക, ആ ദീനിലേക്ക്, ആ നിലപാടിലേക്ക്, ആ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ചാൽ പരീക്ഷണങ്ങളുടെ പേമാരിയായി ധാരാളം പ്രവാചകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളെ, സമയങ്ങളെ നമുക്ക് വായിക്കാമെന്നുള്ളതാണ്. അതൊക്കെ തന്നെ പ്രവാചകനിലേക്ക് വരാനുള്ള കാരണം ഒളിഞ്ഞും തെളിഞ്ഞും രാവും പകലുമൊക്കെയായി വിശ്രമമില്ലാതെ പ്രവാചകൻ ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചിരുന്നു, ദഅവത്ത് നടത്തിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇന്നൽ ഇൻസാന ലഫി ഖുസർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണെന്ന് പറയുന്ന അധ്യായത്തിൽ ആ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ 4 കാര്യങ്ങളിൽ ഒന്ന് തവാസൗ ബിൽ ഹഖ് എന്നുള്ളതാണ്. സത്യത്തെ മറ്റുള്ളവർക്ക് ഉപദേശിക്കുക എന്നത്. ഇനി വചനത്തിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം വസ്തഖിം കമാ ഉമിർത, എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്രകാരം തന്നെ നിലപാട് സ്വീകരിച്ച് ചൊവ്വായി നിലകൊള്ളുക എന്നതാണ്. ജീവിതത്തിൻ്റെ നിലപാട് ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വേദഗ്രന്ഥം അത് കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും അത്തരം ദീന് പറയുന്ന, കിതാബ് പറയുന്ന, റബ്ബിൻ്റെ നിർദ്ദേശങ്ങളിൽ ഊന്നിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയുമാണ് ഒരു മുസ്ലിമിൻ്റെ മേലുള്ള ബാധ്യതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ചെറിയ കാര്യങ്ങളായിരുന്നാലും വലിയ വിഷയങ്ങളിലായിരുന്നാലും ഒക്കെ അപ്രകാരം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം വിശ്വാസികളുടെ അടയാളം പറയുന്നിടത്ത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, പിന്നീട് ആ നിലപാടിൽ ഉറച്ച് നിൽക്കുകയും അല്ലാഹ് പറഞ്ഞിടത്ത് തൻ്റെ ജീവിതത്തെ നിലനിർത്തുകയും ചെയ്യുന്നവർക്കാണ്
തത്തനസ്സലു അലൈഹിമുൽ മലായിക്ക, മലക്കുകൾ സ്വാഗതമോദി സന്തോഷവാർത്ത അറിയിച്ചിട്ടുള്ള മരണമൊക്കെ ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആകയാൽ ഹഖ തുഖാത്തിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കഴിവിൻ്റെ പരമാവധി ശിരസ വഹിക്കുക എന്നുള്ളതാണ് വസ്തഖിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ നിർദ്ദേശമായി വായിക്കാൻ കഴിയുന്നത് പോലെ തത്തബിഅ അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ നിങ്ങൾ പിന്തുടരരുത് എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന നിലക്ക് ദേഹേച്ഛകളാൽ മൂടപ്പെട്ട ഒരു പ്രകൃതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ധാരാളം ഇച്ഛകളുണ്ടാകുമ്പോൾ, സമൂഹത്തിൽ ഒരുവനായി ജീവിക്കുമ്പോൾ പല ആദർശങ്ങളും പല ആശയങ്ങളുമൊക്കെ ഇടകലർന്ന് മുന്നോട്ട് പോകുന്ന രീതിയായിരിക്കും. അവിടെയൊക്കെ തന്നെ ബഹുദൈവാരാധകരായ ആളുകൾ, വേദക്കാരായിട്ടുള്ള ആളുകൾ, കപടന്മാരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ പല ആശയങ്ങളെയും നിലപാടുകളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്കിടയിൽ അങ്ങനെ സമൂഹത്തിൽ ജീവിച്ചു പോകുമ്പോൾ അവരുടെയൊന്നും ഇച്ഛകളെ പിന്തുടരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പുൽകുകയോ എന്തെങ്കിലുമൊക്കെ ആഗിരണം ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. മുസ്ലിം അവൻ്റെ ഐഡൻറ്റിറ്റി അത് എപ്പോഴും കാത്തു സൂക്ഷിക്കുകയും അതവൻ്റെ ജീവിതത്തിൻ്റെ കർമ്മപദങ്ങളിൽ ഉണ്ടായിരിക്കുകയും വേണം എന്നതാണ് മൂന്നാമത്തെ നിർദ്ദേശം കൊണ്ട് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നാലാമത്തെ ഭാഗം പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ച ആ ഒന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിനെ അവസാന വേദമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്നു. അത് സ്വീകരിച്ച ആളുകൾ, അവരുടെ മേൽ നിർബന്ധമായ കാര്യം തന്നെയാണ് മുൻകഴിഞ്ഞ വേദങ്ങളെ സത്യപ്പെടുത്തി വന്നിട്ടുള്ള ഈ വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കലും ഇനി അള്ളാഹു അവതരിപ്പിച്ച എല്ലാ വേദങ്ങളെയും അംഗീകരിക്കലൊക്കെ തന്നെ വിശ്വാസിയുടെ ബാധ്യതയാണ്. ബിമാ അൻസലല്ലാ എന്നതാണ്. ഏതെങ്കിലും ഒരു കിതാബിൻ്റെ വിഷയമല്ല, ഗ്രന്ഥങ്ങളിൽ നിന്ന് വേദഗ്രന്ഥമായിക്കൊണ്ട് എന്തൊന്നിനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെ സമമായി ഒരുപോലെ വിശ്വസിക്കുക എന്നുള്ള ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ആമന റസൂൽ, അള്ളാഹു അപ്രകാരം വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസികളും കുല്ലുൻ ആമന ബില്ലാ എന്ന് പറഞ്ഞിട്ട് വകുത്തുബിഹി, വേദങ്ങളിൽ അവർ ഒരുപോലെ വിശ്വസിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് വേദങ്ങൾക്കിടയിലുള്ള വ്യത്യാസം കൽപ്പിക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നിർദ്ദേശമായി വെക്കുന്നു. ഇനി അഞ്ചാമത്തെ കാര്യമായിട്ട് പറയുന്നു, നിങ്ങൾക്കിടയിൽ നീതി കൽപ്പിക്കാനാണ്, അല്ലെങ്കിൽ നീതിയോടെ പെരുമാറാനാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക്, വിശിഷ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ എന്ന നിലക്ക് ഗോത്രം, സമൂഹം, സമുദായം, കുടുംബം, ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ചേർന്നിടത്ത് സ്വാഭാവികമായിട്ടും പെരുമാറുമ്പോൾ, ഇടപെടുമ്പോൾ, കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടേക്ക് ഇടപെടേണ്ടത്, പെരുമാറേണ്ടത് നീതിയുടെ പക്ഷത്തു നിന്നായിരിക്കണം. കുടുംബം നോക്കി, ഗോത്രം നോക്കി, വർഗം നോക്കി പെരുമാറുന്ന, വിധിക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ കൽപ്പിക്കുന്ന, അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാ കാര്യത്തിലും നീതിയുടെയും ന്യായത്തിൻ്റെയും കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതായിരിക്കണം ബന്ധങ്ങളിലെ മുഖമുദ്ര എന്ന് ഇവിടെ വിശുദ്ധ ഇസ്ലാം പ്രവാചകനോടൊപ്പം സത്യവിശ്വാസികളെയും ഓർമ്മപ്പെടുത്തുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ആറാമത്തത് പറയുന്നു, അള്ളാഹു റബ്ബുന വറബ്ബുക്കും, എല്ലാവരുടെയും രക്ഷിതാവ് അള്ളാഹുവാണ്, ഞങ്ങളുടെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹുവാണ്. അപ്പോൾ എല്ലാവരുടെയും രക്ഷിതാവ് ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവാണ്. ഒരേ ദൈവത്തിൽ നിന്ന് വന്നവരാണ്, ഒരേ ദൈവങ്ങളിലേക്ക് തന്നെ മടങ്ങാനുള്ളവരുമാണ്. അതിനിടയിൽ ഒരല്പ കാലഘട്ടം ഏകനായ രക്ഷിതാവിൽ നിന്ന് തന്നെയുള്ള ആദർശത്തിൽ നിലകൊള്ളുകയും വേണമെന്നാണ് ഈ വചനഭാഗം കൊണ്ട് പറയാതെ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന സന്ദേശം എന്നുള്ളതാണ്. അടുത്തൊന്ന്, ഏഴാമത്തെ കാര്യം, ലന അഅ്മാലുന വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങളുമാണ്. പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചകനോട് പറയാൻ പറയുന്നു, ഇനി വന്നതും ഒരു റബ്ബിൽ നിന്നാണ്, തിരിച്ച് പോകാനുള്ളതും ഒരേ റബ്ബിലേക്ക് തന്നെയാണ്. ഇതിനിടയിൽ ഒരു ആദർശത്തിൽ കഴിയേണ്ട നമ്മൾ ഭിന്നതയിലാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കർമ്മം അത് നിങ്ങൾക്ക്, ഞങ്ങളുടെ കർമ്മഫലങ്ങൾ അത് ഞങ്ങൾക്കുമുള്ളതാണ്. ആശയ വ്യതിരക്തതയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ, പറയുന്നത് മനസ്സിലായിട്ടും അതിനനുധാവനം ചെയ്യാനോ അതിനെ പിന്തുടരാൻ അംഗീകരിക്കാനൊന്നും സാധ്യമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആശയവും നിങ്ങളുടെ ആദർശവും പ്രവർത്തനങ്ങളും കർമ്മങ്ങളുമായിട്ട് പോവുക, അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും.
ലന അമാലുന ഞങ്ങൾക്ക് ഞങ്ങളുടേതുമുണ്ട് എന്ന് സൂറത്തുൽ കാഫിറൂനിലെ അവസാനത്തെ ഭാഗത്തിൻ്റെ ആ വചനത്തിൻ്റെ ആശയത്തെ അതുപോലെ വായിക്കാം. ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളത് അതിൻ്റെ ഫലങ്ങൾ ലഭിക്കും എന്നുള്ള ആ ഒരു തൊട്ടടുത്ത ഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സംസാരമുള്ളത് എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം ലാ ഹുജ്ജത്ത ബൈനന വബൈനക്കും, ആയതിനാൽ തന്നെ തർക്കവും ന്യായങ്ങളും നമ്മൾ തമ്മിൽ വേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ആശയത്തിലാണ്, ആദർശത്തിലാണ്. ആദർശം ശരിയേത് തെറ്റേത് എന്ന് യഥാർത്ഥത്തിൽ അത് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, അത് വന്നിറങ്ങിയിട്ടുണ്ട്, അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് തെളിവില്ലാത്ത നിങ്ങളുടെ ആശയ ആദർശങ്ങളാണെങ്കിൽ ആ നിലക്ക് നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോവാം. നിങ്ങളുടെ പാരമ്പര്യമാണെങ്കിൽ ആ നിലക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ വന്നാൽ നിങ്ങളതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരും. ബൈനന വ ബൈനക്കും, നമുക്കിടയിൽ ഇനി വേറെ ആശയ ആദർശ തർക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഒൻപതാമത്തെ കാര്യം അള്ളാഹു യജ്മഉ ബൈനന, അള്ളാഹു നമുക്കിടയിൽ ഇനി ഒരുമിച്ച് കൂട്ടുമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയുന്ന കാര്യം തന്നെയാണ്. ഏതൊന്നിലാണോ നിലകൊണ്ടിട്ടുള്ളത് അതിൻ്റെ സ്വീകാര്യതയും അതിൻ്റെ ഫലങ്ങളുമൊക്കെ പരിശോധിക്കാൻ ആരാണ് യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ ഹക്കിൻ്റെ കൂടെ നിന്നത്, ബാത്തിലായതിനെ തിരഞ്ഞെടുത്തതാര്, ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ തെളിവ് വന്നിട്ട് മാറി നിന്നവരാരാ, തെളിവും പ്രമാണവും വന്ന് കിട്ടിയപ്പോൾ അതിനെ പിന്നീട് ആലോചനകളൊന്നുമില്ലാതെ കൂടെ പോയവരാരാ, ഇതൊക്കെ തെളിയിക്കുന്ന വിചാരണക്കെടുക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, ഒരുമിച്ച് നിൽക്കേണ്ടി വരും. ഇലൈഹിൽ മസീർ എന്നതാണ് 10ാമത്തെ കാര്യം. അള്ളാഹുവിലേക്കാണ് മടക്കം എന്നുള്ളതാണ്. മടക്കം അത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അതുവരെയുള്ള കാര്യങ്ങൾ തീരുമാനമാകാൻ എടുക്കുന്ന ആ ഒരു സമയം, അന്നേ ദിവസം മുതൽ കാര്യങ്ങൾ വിശദമായി അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതുവരെയുള്ളൊരു സമയമാണ് ദുനിയാവിലുള്ളൂ. ഇനി റബ്ബിലേക്ക് എപ്പോഴാണോ മടക്കപ്പെടുന്നത് ആ മടക്കത്തിന് ശേഷം തീർച്ചയായിട്ടും കാര്യങ്ങളെ അള്ളാഹുവിൽ നിന്ന് നേരിട്ടറിയാവുന്ന ഒരവസ്ഥയാണ് വരാനിരിക്കുന്നത് എന്നൊക്കെ ആ ഒരു നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ ആ നിലക്കുള്ള സന്ദേശങ്ങളാണ് വചനം 15ാമത്തതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ഇനി 16ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ മക്കക്കാരായ ആളുകൾ അഥവാ സത്യനിഷേധികൾ വിശ്വാസികളായ ആളുകളോട് പല നിലക്കുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് തർക്കത്തിലേർപ്പെടാറുള്ള ഒരു ശീലം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതി അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ പ്രതിപാദ്യ വിഷയങ്ങളെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന മനസ്സിന് പകരം, അല്ലെങ്കിൽ അറിവുകൾ ആഗ്രഹിച്ചുകൊണ്ട് സംശയ ദൂരീകരണത്തിന് വേണ്ടി കാര്യങ്ങളെ ചോദിക്കുന്നതിന് പകരം അതിനോടുള്ള അവരുടെ എതിർപ്പും വിമുഖതയും അവഗണനയും ഒക്കെ കാണിക്കാൻ അനാവശ്യ ചോദ്യങ്ങളും തർക്കങ്ങളുമൊക്കെ ആയിട്ട് ഈ മക്ക കുഫാറുകൾ മുസ്ലിമീങ്ങളെ, സ്വഹാബത്തിനെ, പ്രവാചകൻ്റെ അടുക്കിലേക്കൊക്കെ അവർ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരക്കാരുടെയൊക്കെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്, വിശദീകരിക്കുകയാണ് അള്ളാഹുവിടെ സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. എന്താണ് ഖിയാമത്ത് നാൾ, എപ്പോഴാണ് റൂഹിനെ പിടികൂടുക, എന്താണ് റൂഹ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു മർക്കട മുഷ്ടി എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ നിലക്ക് അവരിൽ നിന്ന് വല്ലാതുണ്ടായിരുന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരിങ്ങനെ ആവർത്തിച്ചിരുന്നതാണ്. ആകയാൽ ന്യായമില്ലാതെ തർക്കം നടത്തുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടായിരിക്കും. അവരിങ്ങനെ ഇത്തരത്തിലുള്ള നിലപാട് അവർ സ്വീകരിച്ചതിനാൽ, ആവശ്യത്തിനുള്ള ചോദ്യമല്ല, അറിയാനുള്ള ചോദ്യമല്ല, അംഗീകരിക്കാനുള്ള ചോദ്യമല്ല, മറിച്ച് കുതർക്കമാണ്, മറിച്ച് അപമാനിക്കലാണ്, മറിച്ച് അപകീർത്തിപ്പെടുത്തലാണ്. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ കോപമുണ്ട് എന്നുള്ളത് തന്നെയാണ്. വഅലൈഹിം ഗളബ്, അള്ളാഹുവിൻ്റെ കോപം അവർക്കുണ്ടാവും. പോരാത്തതിന് അദാബുൻ ഷദീദ്, കഠിനമായിട്ടുള്ള റബ്ബിൻ്റെ ശിക്ഷയും അവർക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പരലോകത്ത് വമ്പിച്ച ശിക്ഷയുണ്ടാകും എന്ന് മാത്രമല്ല, ഇഹലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുതർക്കങ്ങളെ വിജയിക്കുന്ന, അല്ലെങ്കിൽ വിജയം കാണുന്ന തരത്തിൽ അതിനൊരു ഫലം അവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുകൂടെ ആ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 17ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ സമ്പൂർണ്ണ ജ്ഞാനിയായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്നതിനാൽ അത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അൻസൽ കിതാബ ബിൽ ഹക്ക്, അതാണ് ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആരാണ് ഇറക്കിയിട്ടുള്ളത്? അള്ളാഹുവാണ്. അവനാരാ? എല്ലാ കാര്യങ്ങളെയും
എല്ലായ്പ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരു ശക്തിയിൽ നിന്നൊരു ഗ്രന്ഥം വരുമ്പോൾ അത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്. അല്ലാത്തതൊന്നും ഒരിക്കലും തന്നെ ഹക്കായിട്ട് വരുന്നതല്ല, ഹക്കിൻ്റെ പരിധിയിലേക്ക് എത്തുന്നതല്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഫുർഖാനാണ്, സത്യ അസത്യത്തെ വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണത്. അത് ഹുദല്ലിന്നാസാണ്, സകല മനുഷ്യർക്കും ലോകർക്കും മുഴുവനും അത് സന്മാർഗത്തിൻ്റെ വെള്ളി വെളിച്ചമാണ്. ഇന്ന ഹദൽ ഖുർആൻ യഹ്ദി ലില്ലത്തി ഹി അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിങ്ങൾക്ക് വഴികാട്ടുന്ന ഗ്രന്ഥമാണത്. ഈ നിലക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ഇവിടെ കിതാബിന് ഹക്ക് യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്നുള്ള വിശേഷണം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേറെ സംശയങ്ങളോ സന്ദേഹങ്ങളൊന്നും ആവശ്യമില്ല. മരണാന്തരം നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ അത് യാഥാർത്ഥ്യമെന്ന് ഉൾക്കൊള്ളുകയും അതിനവർ പിൻപറ്റുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇനി ഇവിടെ ഈ ഒരു വചനത്തിൽ ഖുർആനിൻ്റെ പേരെടുത്ത് അല്ലെങ്കിൽ കിതാബ് എന്ന് പരാമർശിച്ചതിന് ശേഷം, ഹക്ക് എന്നതിനെ വിശേഷിപ്പിച്ചതിന് ശേഷം മീസാൻ്റെ കാര്യത്തിൽ കൂടെ പറയുന്നു എന്നുള്ളതാണ്. അതായത് മീസാൻ, അതിൻ്റെ ഒരു ത്രാസ് എന്നൊരർത്ഥത്തിൽ മീസാനെ പരാമർശിച്ച് കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മതശാസനകളെ പറ്റിയാണ് ഇവിടെ മീസാൻ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മതനിയമങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ ജീവിതം ഏറ്റവും നല്ല ക്രമത്തിൽ മുന്നോട്ട് പോകാൻ ന്യായമെന്ത് അന്യായമെന്ത് എന്നതവൻ അറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയണം അവൻ. എന്താണ് നീതി, എന്താണ് അനീതി, സത്യവും അസത്യവും, തെറ്റും ശരിയുമൊക്കെ, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമൊക്കെ ഒരാൾ കൃത്യമായി വേർതിരിച്ച് അറിയേണ്ടതുണ്ട്. അതൊക്കെ കൃത്യമായി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന പ്രമാണമായ ഖുർആനിനെ മുൻനിർത്തി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ജീവിതക്രമമാണ് ഇവിടെ മീസാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതാണ്. നമുക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ഹദീദിൽ മീസാനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം കാണുന്നുണ്ട്. ലഖദ് അർസൽന, അതൊരു ജീവിത രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പറഞ്ഞ ആ ഒരു ത്രാസ്, ആ ഒരു കൃത്യമായി പാലിച്ചു പോകേണ്ട ആ അളവുകോല്, അതിനെപ്പറ്റി പറയുന്നു. അത് പ്രവാചകന്മാർക്കൊക്കെ നൽകിയിട്ടുള്ള സന്ദേശമായ ഈ ഹിദായത്തിൻ്റെ കാര്യം തന്നെയാണെന്നുള്ളതാണ്. ലഖദ് അർസൽന റുസുലന ബിൽ ബയ്യിനാത്ത്, തെളിവുകൾ സഹിതം നാം പ്രവാചകന്മാരെ കിതാബും കൊടുത്തയച്ചിട്ടുണ്ട്. വൽ മീസാൻ, തുലാസും അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിന്? ലിയഖും അന്നാസ് ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ ക്രമം തെറ്റിയ ജീവിതം വരാതിരിക്കാനും ഏറ്റവും ക്രമമായൊരു ജീവിതം നയിക്കാനൊക്കെ വേണ്ടിയിട്ട് മീസാൻ അനിവാര്യമാണ്. മീസാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട നിയമസംഹിതകൾ എന്നുള്ള അർത്ഥത്തിൽ. സൂറത്തു റഹ്മാനിലേക്ക് വന്നാൽ അള്ളാഹു ആകാശത്തെ ഉയർത്തി ശേഷം പറയുന്നവൻ ഈ ഭൂമിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളിൽ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് ഒരു മീസാൻ കൃത്യമായിട്ട് തൂക്കിക്കണക്കാക്കാനുള്ള ഒരു അളവുകോൽ അവൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അളവുകോലിൽ നോക്കിയിട്ടായിരിക്കണം എന്തെല്ലാം ചെയ്യാൻ പാടുള്ളത് പാടില്ലാത്തത് ഒക്കെ തീരുമാനിക്കേണ്ടതെന്ന്. അല്ലാത്ത തഗൗഫിൽ മീസാൻ, അങ്ങനെയെങ്കിൽ ആ അള്ളാഹ് കണക്കാക്കി വെച്ച ആ ക്രമത്തിൽ നിങ്ങൾ അന്യായം അക്രമം കാണിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ അത് നീതിയോടെ തന്നെയായിരിക്കണം നിങ്ങൾ നടപ്പാക്കേണ്ടത്. ന്യായത്തിൻ്റെ കൂടെ സത്യത്തിൻ്റെ കൂടെ എല്ലാ ധർമ്മങ്ങളെയും കൂടെ നിന്ന് അധർമ്മങ്ങൾക്കെതിരെ നിലകൊള്ളുന്നതാണ് അള്ളാഹു പറയുന്ന ഈ മീസാൻ. അതിനെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി ആ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് വമായുദിരീക്ക ലഅല്ലക സഅത ഖരീബ്, ആ അന്ത്യസമയം അടുത്തെത്താറായതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളതാണ്. അത്രത്തോളം സമീപസ്ഥമായി ആയിരിക്കുന്നു അന്ത്യനാൾ എന്നുള്ളത്, ലോകാവസാനം. ആയതിനാൽ നിങ്ങൾക്ക് തിരിച്ചറിവിനും തിരിച്ചു വരാനും ഇനി കൂടുതൽ കാത്തിരിക്കാൻ, കൂടുതൽ വൈകാൻ, ആലോചിക്കാൻ ഇനി സമയമില്ല എന്ന് ഈ ക്രമം തെറ്റിയ ആളുകളോട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബിനെ അംഗീകരിക്കാത്ത, അതിൻ്റെ പഴുതുകൾ മാത്രം അന്വേഷിച്ചു പോകുന്ന ആളുകളോട് പറയാണ് എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, നിങ്ങളെപ്പോഴും അശ്രദ്ധയിലാണ്, പക്ഷേ അത് ആ വിചാരണയുടെ നാൾ നിങ്ങളുടെ ചാരത്തെത്തിയിട്ടുണ്ട്. ഇന്നഹും യറൗനഹു ബഈദ, നിങ്ങളതിനെ കാണുന്ന എത്രയോ വിദൂരത്ത്, ഇനിയും ധാരാളം സമയമുണ്ടെന്ന ലാഘവത്തോടെ നിങ്ങളതിനെ നോക്കി കാണുന്നുണ്ട്. വനറാഹു ഖരീബ, പക്ഷെ നാം കാണുന്നത് അത് ഏറ്റവും നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു എന്ന നിലക്കാണ് ഇന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇനി വചനം 18 വരുമ്പോൾ അന്ത്യനാളിനെ പറ്റി 2 വിഭാഗത്തിലുണ്ടാകുന്ന വിശ്വാസത്തെ, കാഴ്ചപ്പാടിനെ, നിലപാടിനെ വിശദീകരിക്കുകയാണ്. അതിലൊന്നാമത്തത് അവിശ്വാസികളുടെ നിലപാടാണ്. അവർ അതിനിങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഖിയാമത്ത് നാളിന് വേണ്ടിയിട്ട് ധൃതി കാണിക്കുന്നവരാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിന് ഒരുങ്ങിയ സജ്ജരായിരിക്കുന്ന
ആ നിലക്കുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല അടയാളമായിട്ടല്ല അത് വിശേഷിപ്പിക്കുന്നത്. മറിച്ച് അത് അന്ത്യനാൾ അടുത്ത് തന്നെയുണ്ട് എന്ന് അവരോട് നിരന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓർമ്മപ്പെടുത്തിയിരുന്നു, ഉത്ബോധനം ചെയ്തിരുന്നു. നാളത് സംഭവിക്കും, കൂടുതൽ വിദൂരമല്ലാത്തൊരു സമയത്തത് സംഭവിക്കും എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചവർ പരിഹാസത്തോടെ ചോദിക്കുന്ന അതിന് നേരിട്ട ചില ചോദ്യങ്ങളാണ്. എന്തേ അന്ത്യനാൾ സംഭവിക്കാത്തത്? എന്തേ വരാത്തത്? എവിടെയാണത്? ഞങ്ങളിലേക്ക് വരട്ടെ, ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലൂടെ ആ പ്രവാചകൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവർക്ക് പകർന്നു നൽകിയ ആ ആശയത്തെ എതിർക്കുന്ന ഒരു ശൈലി അവരിലുണ്ടായിരുന്ന അതിനെയാണ് ആ അപകീർത്തിപ്പെടുത്തി അവർ അതിനെ പരിഹസിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരുങ്ങിയ ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന സംസാരമായിട്ടല്ല ഈ അവിശ്വാസികളുടെ ഈ നിലപാടിന് വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും, വയഖൂലൂൻ മത്തഹാദൽ വഅദ് ഇൻ കുൻതും സ്വാദിഖീൻ. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ പറയുന്നത്, നബിമാരെ, പ്രവാചകന്മാരെ, ദൂതന്മാരെ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എവിടെയാണ് ആ വാഗ്ദാനം? എന്താണത് സംഭവിക്കാത്തത്? നിങ്ങൾ കള്ളം പറയുക എന്നുള്ളൊരർത്ഥത്തിൽ അവരങ്ങനെ നിരന്തരം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരക്കാരെ പറ്റിയാണ് ആ വചനത്തിൻ്റെ അവസാനത്തിൽ തന്നെ വിശേഷിപ്പിച്ചതും. അന്ത്യനാളിലും പരലോകത്തും വിശ്വസിക്കാത്തവർ അവർ മരണാനന്തര ജീവിതത്തെപ്പറ്റി തർക്കിച്ചു കൊണ്ടേയിരിക്കും. അവർ ഇനി നന്നാവാനാവാത്ത വിധം വിദൂരമായ വഴികേടിലാണുള്ളത്. നന്നാവാനാകാത്ത വിധം വിദൂരമായ വഴികേട് എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ്. അതായത് പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു പോകുക എന്നല്ലാതെ അവർക്ക് ആരെയാണ് പേടിക്കാനുള്ളത്? ആരെങ്കിലും അവരുടെ കാര്യങ്ങൾ കണക്കുവെക്കുന്നുള്ള വിചാരണ, പരലോകത്ത് പുനർജനിക്കപ്പെട്ട് കാര്യങ്ങളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ പറയേണ്ടി വരുമെന്നുള്ള ഒരു ബോധം, ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയും പോകാം. ആ പോക്ക് അവരെ ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ വചനത്തിലുള്ള രണ്ടാമത്തെ ഒരു വിശേഷണം എന്ന് പറഞ്ഞാൽ അന്ത്യനാളിൻ്റെ കാര്യത്തിൽ വിശ്വാസികളുടെ നിലപാടിനെ വിശദീകരിക്കുന്നതാണ്. അവരാകട്ടെ അത് യാഥാർത്ഥ്യമാണെന്ന്, സംഭവിക്കുന്നതാണെന്ന് അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കവും സജ്ജമായിരിക്കലൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. മാത്രമല്ല പാരത്രിക ജീവിതത്തിൽ തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് ഭയചകിതരായി ഒരു വിറയലോടെ ആ നിലക്ക് കഴിച്ചു കൂട്ടുന്നവരാണ് വിശ്വാസികൾ എന്നുകൂടെ ആ വചനം സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് മുഷ്ഫിഖൂൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. വഹും മിനസ്സാഅത്തി മുഷ്ഫിഖൂൻ. അന്ത്യനാളിൻ്റെ കാര്യത്തിൽ അവർ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വളരെ ഇഷ്ടത്തോടെ അങ്ങോട്ട് പോകാനുള്ള സന്തോഷത്തിലാണെന്നല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് അതിനെ കടന്നു ചെല്ലുമ്പോൾ റബ്ബിൻ്റെ വിചാരണയ്ക്ക് നേരിടേണ്ട ഭയവും പേടിയൊക്കെ അവരുള്ളിലുണ്ടാകും എന്നുള്ളത്. സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ ഒറ്റക്കാകുമ്പോഴും യാത്രയിലാകുമ്പോഴൊക്കെ അവർ ആ ദിവസത്തെ ആലോചിച്ച് കരഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കൂട്ടിച്ചേർത്ത് നമ്മൾ ആലോചിക്കുക, വായിക്കുക. വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. റബ്ബിങ്കിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണെന്നുള്ള ഒരു ധാരണ, വിശ്വാസത്തോടെ അവർ വല്ലാതെ വിറകൊള്ളുന്നവരാകുമെന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു അധ്യായത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിലൊക്കെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി വചനം 19 വരുമ്പോൾ അള്ളാഹുവിൻ്റെ 4 വിശേഷണങ്ങളെ പറയുന്ന ഒരു വചനമാണ്. ആളുകളിൽ ചിലർ അന്ത്യനാളിനെപ്പറ്റി ബോധവാന്മാരും മറ്റു ചിലർ ബോധമില്ലാത്തവരുമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. ഇവരൊക്കെ പറ്റി അവൻ നന്നായി നിഗൂഢമായി അറിയുന്നു എന്നാണ് വചനത്തിൽ ലത്തീഫുൻ ബി ഇബാദിഹി എന്ന് പറഞ്ഞത്. എല്ലാ ആളുകളെ പറ്റിയിട്ടും ചില ആൾക്കാർ ബോധത്തിലാണ്, ചില ആൾക്കാർ ബോധമില്ലാതെയാണ് അതിനെപ്പറ്റി. രണ്ട് കൂട്ടരെയും അള്ളാഹു നന്നായിട്ട് അറിയുന്നു എന്നാണ്. കാരണം നിഗൂഢമായി അറിയുക എന്നൊരർത്ഥം ലത്തീഫിനുണ്ട് എന്നാണ്. എന്നാൽ ഇവിടെ ഇബാദി എന്നുള്ള പദം അടിമകൾ, സത്യവിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ അവരോട് സൗമ്യമായിട്ടാണ് അള്ളാഹു പെരുമാർ എന്ന അർത്ഥത്തിൽ അവിടെ ലത്തീഫിന് സൗമ്യമായ എന്നൊരർത്ഥം ആ നിലക്ക് അവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഭൗതിക ലോകത്തെ മാത്രം കാര്യമായിട്ട് അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൻ്റെ ഒരു വിശേഷമാണ്, പാരത്രിക ലോകമായിട്ട് ആ പദത്തിന് ബന്ധം വരുന്നില്ല എങ്കിൽ ലത്തീഫ് എന്ന വിശേഷണം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവാൻ വിശ്വാസികളോടും അവിശ്വാസികളോടും നന്മ ഉള്ളവനാണ്, അല്ലെങ്കിൽ നല്ല നിലയിൽ വർത്തിക്കുന്ന, അതായത് റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ അങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നവനാണ് എന്ന രീതിയിലും അതിനെ മനസ്സിലാക്കാം. ഇനി യർസുഖു മയ്യശ എന്നുള്ള വാക്കിനെടുക്കുമ്പോൾ അവിടെയും ഇങ്ങനെ 2 വായന കാണാമെന്നുള്ളതാണ്. അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ഉപജീവനം നൽകുന്നു എന്നത് ഭൗതിക വിഭവങ്ങളിലേക്കും പാരത്രിക വിഭവങ്ങളിലേക്കും ചേർത്ത് വായിക്കാമെന്നാണ്. അതാണ് ആ 2 ആശയം വരുന്നത്. ഒന്ന്, ഭൗതിക വിഭവങ്ങളിലേക്കാണെങ്കിൽ അതെല്ലാവർക്കും അള്ളാഹ് നൽകുന്നു, എന്നാൽ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് മയ്യഷ എന്ന് പറഞ്ഞത്. അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ എല്ലാവർക്കും അത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉദ്ദേശിച്ചവർക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില ആളുകൾക്ക് കുറഞ്ഞും ചില ആളുകൾക്ക് കൂടുതലായിട്ടൊക്കെ ലഭിക്കുന്നു എന്നതാണ്. ഇനി ഈ യർസുഖു മയ്യഷ പരലോക വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ
അവൻ ഉദ്ദേശിച്ചവർക്ക് അവിടെ സുഖങ്ങളും അനുഭൂതിയും ഒക്കെ അവൻ ലഭ്യമാക്കുന്നു. അതായത് അവനിൽ വിശ്വസിച്ചവരെയാണ് അവൻ അതിനുദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് അവരെ ആ നിലക്ക് അവൻ ഉദ്ദേശിച്ചവരെ നന്മയിലാക്കുന്നു എന്ന്. അത് പരലോകത്തിൻ്റെ കാര്യമാണ് ആ റിസ്ക് എന്നും അവിടുത്തെ ഉപജീവനമാണ്, ആ സൽക്കാരമാണ് എന്നൊക്കെ അതിലേക്ക് അർത്ഥം വെക്കാം. ഏതായിരുന്നാലും വഹുവൽ ഖവിയുൽ അസീസ്, രണ്ട് വിശേഷങ്ങൾ കൂടെ ഇഹലോകത്തും പരലോകത്തും വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും വേണ്ട വിധത്തിൽ കാര്യങ്ങൾ വകവെച്ച് നൽകാൻ കഴിവുള്ളവനാണവൻ എന്ന് ബോധ്യപ്പെടുത്തുന്ന രണ്ട് വിശേഷങ്ങൾ. കാരണം എല്ലാ വിഭവവും അള്ളാഹുവിൻ്റെതാണ്, എല്ലാ അധികാരവും അവൻ്റെതാണ്. ആയതിനാൽ അവൻ പ്രതാപമുള്ളവനും ശക്തിയുള്ളവനുമാണെന്ന് പ്രസ്താവിക്കുകയാണ് ഇവിടെ ആ വിശേഷണം. ഇനി 20-ാമത്തെ വചനം, മുകളിലെ വചനത്തിൽ അള്ളാഹു ലത്തീഫ്, ഉദ്ദേശിച്ചവർക്ക് അവൻ നൽകുന്നു, അതിലുള്ള കഴിവും ശേഷിയും അവനുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ അതെങ്ങനെയാണ് അള്ളാഹു നൽകുക എന്ന് വിശദീകരിക്കുന്നതാണ് വചനം 20 എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇഹലോകത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഒരാൾ ജീവിക്കുന്നത്. അള്ളാഹ് നൽകുന്നതിൻ്റെ ആ രീതി പറയാണ്. ഇവിടെ ഇഹലോകത്തെ മാത്രം നീയത്താക്കിയിട്ട് അവിടുത്തെ നന്മകൾ ആഗ്രഹിച്ചു മാത്രമാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു ഇഹലോകത്ത് അവന് അധികം നൽകും. എന്നാൽ അവന് പരലോകത്തൊരു ഓഹരി ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത് വമാലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്. ഇനി പരലോകത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഒരാൾ ഇവിടെ ജീവിക്കുന്നത് എങ്കിൽ പരലോകത്തിൻ്റെ ഓഹരി അദ്ദേഹത്തിന് വരുമാനമാക്കിയിട്ട് ഹർസുൽ ആഖിറാക്കിയിട്ട് അള്ളാഹു അത് നൽകും. എന്നാൽ ഇഹലോകത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരുപക്ഷെ കുറഞ്ഞവനൊക്കെ ആയിപ്പോകും. ഇവിടെ കൃഷി എന്ന് പറഞ്ഞിട്ടുള്ളത് പരലോകത്തെ പ്രതിഫലം എന്ന അർത്ഥത്തിലാണ് എന്നുള്ളതാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് എന്നുള്ളത് വിശ്വാസിക്ക് പരലോകത്തേക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള, വിഭവം ഇറക്കാനുള്ള, കൃഷി ഇറക്കാനുള്ള സ്ഥലം എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. ഈ ഒരു ആശയത്തെ വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആൻ അതിൻ്റെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആരാണ് ആജിലത്തിനെ ഉദ്ദേശിക്കുന്നത് അവർക്ക് നാം ഇവിടെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി കൊടുക്കും. അതായത് ഭൗതികമായ വിഭവങ്ങൾ എളുപ്പാക്കി കൊടുക്കും, പിന്നെയും അവർക്ക് ആഗ്രഹിക്കുന്ന കൊടുക്കും. പക്ഷേ അവർക്കുള്ളത് പിന്നെ ജഹന്നമ ഇസ്ലഹ, കത്തിയെരിയുന്ന നരകമാവും എന്നുള്ളതാണ്. എന്നാൽ വമൻ അറാദുൽ ആഖിറ, ഒരാൾ പരലോകത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരിശ്രമങ്ങൾ നന്ദിയോടെ സ്വീകരിക്കും. അള്ളാഹു രണ്ട് കൂട്ടർക്കും കൊടുക്കും. ഇവിടുന്ന് ഈ ഒരു കൂട്ടർക്ക് ദുനിയാവിനെ ആഗ്രഹിക്കുന്നവർക്ക്, പരലോകം ആഗ്രഹിക്കുന്നവർക്ക് അവിടുത്തത് കൊടുക്കും എന്നുള്ളതാണ്. ഇൻദുർ കൈഫ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ, എന്നിട്ട് അള്ളാഹു ചില ആളുകൾക്ക് ഏറെ കൊടുക്കുന്നത് കാണാമെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഭൗതികമായ വിഷയത്തിൽ അള്ളാഹു കൊടുക്കുന്നത് അപ്രകാരമാണ്, പാരിത്രിക വിഷയത്തിൽ അള്ളാഹു കൊടുക്കുന്നത് അപ്രകാരമാണ്. പരലോകത്തിൻ്റെ വിഭവമാണ് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ വിഭവം എന്നുള്ളതും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തർക്കും അള്ളാഹു നൽകുക എന്നതാണ്. ഒരു വചനം കൂടെ, അവസാനത്തെ വചനം, നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലേക്ക് ഒരു മടക്കം. നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ, അതായത് കാര്യങ്ങളെ, സത്യങ്ങളെ ഇത്രത്തോളം മനുഷ്യർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തിയിട്ടും അവർക്ക് തെളിവുകൾ സഹിതം സമർപ്പിച്ചിട്ടും എന്താ അവർ നിഷേധിക്കുകയും ഭിന്നിച്ചു പോവുകയും ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ചതിനേക്കാൾ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, തെളിവുകൾ അവരുടെ ഷിർക്കിനും പാരമ്പര്യമായിട്ട് അവർ കൊണ്ടെടുക്കുന്ന വാദങ്ങൾക്കൊക്കെ അള്ളാഹു അറിയാത്തത് ഇവരുടെ ദൈവങ്ങൾ, പങ്കാളികൾ ഇവർക്ക് നൽകിയിട്ടുണ്ടോ, കൊണ്ടെത്തിച്ച് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതിന് മാത്രമേ തെളിവുകളുള്ളൂ, അതാണ് പ്രമാണമുള്ളത്. അല്ലാത്തതൊക്കെ വെറും മൂഢമായ ഊഹത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ, അള്ളാഹിൻ്റെ അറിവില്ലാതെ പിന്നെന്താണ് നിങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാനുള്ള എന്ത് തെളിവാണ് കിട്ടിയിട്ടുള്ളത്? ആരാണത് തന്നിട്ടുള്ളത് എന്ന അർത്ഥത്തിലൊക്കെയുള്ളൊരു ചോദ്യമാണ്. ഇവിടെ വചനത്തിൻ്റെ അടുത്ത ഭാഗം ഫസലിൻ്റെ ഒരു വചനം, അല്ലെങ്കിൽ ഫസലിൻ്റെ സമയം എന്ന അർത്ഥത്തിൽ ആ വാക്കില്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ഫസൽ എന്ന് ഉദ്ദേശിക്കുന്നത് പരലോകനാൾ, ഖിയാമത്ത് നാൾ എന്ന് തന്നെയാണ്, അന്ത്യനാളാണത്. അതുവരേക്ക് ഉള്ള ഒരു വചനം അവർക്ക് സമയം കൊടുത്തേക്കാണെന്നാണ്. അതായത് ആ വചനം എന്താണ്? ഇത്തരക്കാരായ ആളുകൾക്ക് അള്ളാഹു പരിഗണിക്കുന്നതും വിചാരണക്കെടുക്കുന്നതും കർമ്മങ്ങളെ തരംതിരിച്ച് അവർക്ക് വേണ്ടതൊക്കെ അനുസൃതമായിട്ടുള്ള നൽകുന്നത് ഇഹലോകത്ത് വെച്ചല്ല, പരലോകത്ത് വെച്ചത്. അതാണ് ആ കലിമത്തുൽ ഫസൽ. അത് നേരത്തെ അള്ളാഹ് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് കർമ്മങ്ങൾക്കനുസരിച്ച് അള്ളാഹു അത് നൽകുന്നതാണ് എന്നതാണ് അവിടെ വിശദീകരിക്കുന്നത് എന്നതാണ്. ഇനി യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ സ്വീകരിക്കുന്ന ആളുകൾ അവർ മതത്തിൻ്റെ ശാസനയിൽ നിന്നൊക്കെ തോന്നിയ രൂപത്തിൽ അതിനെ മറികടന്ന് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ ലോലിമി എന്ന് പറഞ്ഞ് അത്രമാത്രം അക്രമമാണ് അവർ ചെയ്യുന്നത്. ആ അക്രമം ഷിർക്കൊക്കെ തന്നെയുള്ള നിലപാടാണല്ലത്. ആ അക്രമം ചെയ്ത ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയാണ് പരലോകത്തുള്ളത് എന്ന് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വചനഭാഗമാണ് ലഹും അദാബുൻ അലീം എന്നുകൂടെ മനസ്സിലാക്കും. അപ്പോൾ ആ നിലപാടൊക്കെ വളരെ ഗൗരവമാണ് എന്ന് ഓർമ്മപ്പെടുത്താണ് ഈ ഒരു വചനങ്ങളെ കൊണ്ടൊക്കെ. ആ വചനമില്ലായിരുന്നെങ്കിൽ,
ഫസ്ലിൻ്റെ വചനമല്ലായിരുന്നെങ്കിൽ അത് ഇവരുടെ പ്രവർത്തനങ്ങളുടെ കാഠിന്യത്തെയാണ്, നിഷേധത്തിൻ്റെ ഗൗരവത്തെ പറയുന്നത്. ഇവരെ ലോലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലുൽമുള്ളവരാളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിഷേധത്തിൻ്റെ കാഠിന്യമാണ്. ഇനി അവർക്ക് വരാനിരിക്കുന്നത് അദാബുൻ അലീം എന്നും പറയുമ്പോൾ ഈ ഒരു നിലപാടിൻ്റെയൊക്കെ ആ ഒരു ഗൗരവം എത്രയാണ് എന്ന് വായിക്കാനുള്ള പ്രയോഗങ്ങളാണ്, മനസ്സിലാക്കാനുള്ള അക്ഷരങ്ങളാണ്, വാക്കുകളാണ് എന്നൊക്കെയാണ് ബോധ്യപ്പെടുന്നത്. അല്ലാഹു അലം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.